ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇറാഖി സ്പെഷ്യൽ ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സമൂൻ റോൾസാണ്. ഇതിൽ അധിക പേരും കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ ഒരു ബ്രെഡ്. അപ്പം ഇറാഖികളുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പിക്കായിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണിൻ്റെ അത്രയും പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏത് ബ്രാൻഡിൻ്റെ പാൽപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്ന നേരത്തെ തന്നെ ഞാൻ ഈസ്റ്റ് റൈസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 കപ്പ് വാം വാട്ടറിൽ നമ്മൾ ഈസ്റ്റ് റൈസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് കുറേശ്ശെയായി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു മാവ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് ഇങ്ങനെ നല്ല കട്ടിയുള്ള മാവായിട്ടാണ് നമുക്ക് വേണ്ടത്, നന്നായി ലൂസ് വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒലീവ് ഓയിൽ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് ഇതുപോലെ തന്നെ വീണ്ടും കുഴച്ചെടുക്കാം. നല്ലോണം ഈ ഓയിലൊക്കെ ഈ മാവിലേക്ക് നല്ലോണം പിടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് ഇത് സോഫ്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് നേരം നല്ലോണം തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ നല്ലോണം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ട. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് റൈസ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 1 മണിക്കൂർ നേരം എന്തായാലും റൈസ് ചെയ്യാൻ വെക്കണം, എന്നാലും നമുക്കിതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാനൊരു സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ബ്രെഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം 1/4 കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചിക്കന് കോക്കനട്ട് ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നോർമലി ഉപ്പും മുളകും അതുപോലെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സാക്കിയിട്ട് പിന്നെ ഒന്ന് അടിച്ചു വെക്കാം. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളുടെ മാവ് റൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എയർ ഒന്ന് കളഞ്ഞിട്ട് വേണം നമുക്ക് വീണ്ടും ഒന്നുകൂടെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായി കിട്ടണം, അപ്പോഴേ നമ്മളുടെ ബന്നും നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. വീണ്ടും ഒന്നുകൂടെ കൗണ്ടർ ടോപ്പിൽ വെച്ച് ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കണം. അപ്പം റോൾ ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. കറക്റ്റ് പോർഷനാക്കിയിട്ട് ഓരോന്നും നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ പീസായിട്ടാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം 5 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ലോഗ് പോലെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ആദ്യം ഇത് നല്ലൊരു ബോളാക്കി എടുക്കുക. അതിന് ശേഷം ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഈ ഒരു ഷേപ്പ് കൊടുക്കുക കേട്ടോ. അപ്പം ഇനി വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയെടുക്കണം. അപ്പം സൈസ് നമുക്ക് വീണ്ടും ഇതൊന്ന് വലുതായി കിട്ടും, അതുകൊണ്ട് ഈ ഒരു വലുപ്പം മതി നമുക്ക്. 2 എൻഡും നല്ലോണം ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കാം. അപ്പം ബേക്കിംഗ് ട്രേയിൽ ഞാൻ ഒരു ബേക്കിംഗ് ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് തന്നെ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വീണ്ടും റൈസ് ചെയ്യാനായിട്ട് വെക്കണം. ഈ ഒരു ടൈമിൽ തന്നെ നമ്മളുടെ ചിക്കന് ഏകദേശം ഒന്ന് വേവായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഉണ്ട് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചുകൊണ്ട്. അപ്പോൾ ഒരു വെള്ളം വറ്റി കിട്ടുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമ്മളുടെ മാവ് ഇവിടെ നല്ലോണം റൈസായി വന്നിട്ടുണ്ട്, നല്ല ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് എഗ് വാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മുട്ട ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉപ്പിട്ടിട്ട് അതും കൂടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പം ഈ ഒരു എഗ് വാഷിനെ കൊണ്ടാണ് ഒരു ഗോൾഡൻ കളർ കിട്ടുന്നത് നമ്മളുടെ ബ്രെഡിന്. നിങ്ങൾക്ക് എഗ്ഗ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ പാല് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഒന്ന് പാല് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം 185 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ഗോൾഡനായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏത് ഒരു ബ്രെഡ് റെസിപ്പി നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ബ്രെഡിൻ്റെ മേലെ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക നമുക്ക് നമ്മളുടെ ബ്രെഡ്. അപ്പം നല്ല സോഫ്റ്റും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ സമൂൺ. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല സോഫ്റ്റായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഇതിനെ നമ്മൾ കുഴച്ചെടുക്കുന്നതാണ്. അപ്പം അറ്റ്ലീസ്റ്റ് കുറച്ച് നേരമെങ്കിലും ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫേസിൽ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിതൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളൊക്കെ കാണാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ സാൻഡ്വിച്ചിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മയോണീസാണ്. അപ്പം ഇതിലേക്ക് ഞാൻ ഗാർലിക് മയോ ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഏകദേശം ഒരു 3 ടീസ്പൂൺ ഹീപ്പായിട്ട് ടീസ്പൂണിൽ മയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം കുട്ടികൾക്കായതുകൊണ്ട് തന്നെ അധികം എരിവൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ ആ ഒരു ചിക്കൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് പെപ്പറൊക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു സാൻഡ്വിച്ചാണിത്. നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റോൾ ബ്രെഡിനെ കാട്ടി ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതാവുമ്പോഴേ നമുക്ക് ഈ പഴയതായോ എക്സ്പയറി ആയോ എന്നുള്ള ഒരു ടെൻഷനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കാം കേട്ടോ. അതുപോലെ വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.